വയനാട് ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ചുരത്തില് മഴ ശക്തമായിരുന്നു. ഇതോടെ ഇതര സംസ്ഥാനത്ത് നിന്നും ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും മറ്റ് ഹെവി വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ജയരാജ് ബത്തേരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജയരാജ്, വയനാട് ജില്ലയിൽ എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? അത്യാവശ്യമില്ലാത്ത യാത്രകൾക്ക് അകത്തോട്ടും പുറത്തോട്ടും പോകരുത് എന്നുള്ള ഒരു അറിയിപ്പ് കളക്ടറിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വാർത്തകൾ? വയനാട് ജില്ലയിൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇപ്പോൾ വിഷ്വൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ പല വീടുകളിലും മുട്ടോളം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ആളുകളൊക്കെ തോണിയിൽ സഞ്ചരിക്കുന്ന ഒരു രംഗവും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ഇറങ്ങുന്ന സ്പീഡ് വളരെ കുറവാണ്. കയറി അത്രയും വേഗത്തിൽ ഇറങ്ങിപ്പോവാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും വയനാട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു കിണറൊക്കെ കവിഞ്ഞു നിൽക്കുന്ന ഒരു വിഷ്വലും നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ജയരാജ് ബത്തേരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജയരാജ്, എന്തൊക്കെയാണ് വയനാട് നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നു. അല്ലാതെ കനത്ത മഴയൊന്നും ഇപ്പൊ പെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്. അതിലുപരിയായിട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വയനാട് ജില്ലയിൽ കനത്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വയനാട് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ബസ്സുകൾക്കും ഒക്കെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5ഓളം ചുരങ്ങൾ അല്ലെങ്കിൽ കവാടങ്ങൾ എന്ന് തന്നെ പറയാം, 5ഓളം ചുരങ്ങളാണ് നിലവിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഒന്ന് താമരശ്ശേരി ചുരം, അതുപോലെ തന്നെ കുറ്റ്യാടി ചുരം, അതുപോലെ പാൽച്ചുരം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ കനത്ത മഴകള് ഈ ഒരു ചുരങ്ങളിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ യാത്ര അല്ലെങ്കിൽ അന്യ സംസ്ഥാന യാത്രകൾക്കൊക്കെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ കാരണം നമുക്കറിയാം, ഈ ചുരത്തിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളമാണ് കുടുങ്ങുക. ഈ താമരശ്ശേരി ചുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഈ ചുരത്തില് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ശുപാർശയും ഭരണകൂടം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ മഴ ശക്തമായി പെയ്തിരുന്നു ചില സ്ഥലങ്ങളില്, എന്നാൽ കാര്യമായിട്ടുള്ള മഴ തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ വലിയ മഴയുണ്ടാകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം. ശരി, ജയരാജ് ബത്തേരിയാണ് വയനാട് നിന്നുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. അടുത്തതായിട്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.